ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ, വിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ, പരലുപോലെ താരമിളിയൊരു പിഴണ്ടാൽ, കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം, ജ്വരമാണ്ടരുടലനു ശാന്തി ചൈതന്യം. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ, ഇവിടാരുമില്ലേ? വനപൗർണശാലയില്ലല്ലോ, മനം കാത്ത മുനിയാമഗസ്ത്യനില്ലല്ലോ. മന്ത്രം മണക്കുന്ന കാറ്റിൻ്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ. പശ്വേമശ്വരശ്വതം ചൊല്ലി നിന്നൂരു പാൽ ചൂറ്റി കാൺമതില്ലല്ലോ. രുദ്രാക്ഷമെന്നിയോരാ നാഗബന്ധിത മുദ്രാതലങ്ങളില്ലല്ലോ. അഴലിൽ നിഴൽ കുത്തുമർമ്മം ജയിച്ചൊരു തഴുതാമ പോലുമില്ലല്ലോ. ദാഹം തിളച്ചാവിനാകമാകുന്നൊരാദിക്കിൻ്റെ വക്കു പുളയുന്നു. ചിത്തങ്ങൾ ചുട്ടു തിന്നാടുന്ന പുഴകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചമമർന്നു. കൺമുനകൾ പൂച്ചുണ്ടു നീട്ടി അന്തിക്കിളി പൂമേനി കുത്തിപ്പിടിച്ചിരിക്കുന്നു. കൺമുനകൾ പൂച്ചുണ്ടു നീട്ടി അന്തിക്കിളി പൂമേനി കുത്തിപ്പിടിച്ചിരിക്കുന്നു. ദാഹമേറുന്നു, ദാഹദേഹമിടറുന്നു. നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം, അവിടെ നീർക്കണികൾ തേടി ഞാനൊന്നു പോകാം. കാലാൽ കടഞ്ഞതൊരു കൺതിരുമു വെള്ളം, ഉയരാൽ പെറുപ്പുമൊരു ഒറ്റമൊഴി മന്ത്രം. ഉയരാൽ പിറപ്പുമൊരു ഒറ്റമൊഴി മന്ത്രം. ഉയരാൽ പിറപ്പുമൊരു നമ്മുടെ വിശ്വംഭരനാണ് പാടുന്നത്. ആവോരസങ്ങളെ 1000 കോടി ആവർത്തിച്ച് പുഷ്പരഥ ശക്തിയായി മാറ്റുന്ന അഷ്ടാംഗയോഗമർന്ന അഷ്ടാംഗ ഹൃദയത്തിനപ്പുറത്ത് അമരത്വയോഗങ്ങൾ തീർക്കുന്ന വിണ്ണിനെ കണ്ടു, വിണ്ണിനെ കണ്ടു. ഈ വിണ്ണിൻ്റെ കയ്യിൽ ഒരു ചെന്താമരച്ചെപ്പു പോലെ അമരത്വയോഗങ്ങൾ. നല്ലൊരു കലാകാരനാണ്. പ്രോത്സാഹിപ്പിക്കാനും ബഹുമാനിക്കാനും ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ഇടുകയാണ്. അദ്ദേഹത്തെ വിശ്വംഭരൻ നല്ലൊരു നല്ലൊരു പാട്ടുകാരനാണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ. വലിക്കുന്ന ജീവകോശങ്ങളുടെ ഹൃദയച്ചൂടിലടയിരിക്കുന്നൊരീ അന്തിമ ഖണ്ഡത്തിൽ അന്തങ്ങൾ കണ്ടുവോ? ഇവയുടെ രോദനം കേട്ടുവോ? തേങ്ങലിൽ ഇതിനുള്ളിൽ എവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. ഉണ്ടോ? നമ്മുടെ ഈ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ദാരിദ്ര്യമാണ് മനുഷ്യനെ കലാകാരനിൽ നിന്ന് പിന്നോക്കം തരിക. പക്ഷേ ദാരിദ്ര്യമില്ലാത്തൊരു നല്ല ഒരു കുടുംബത്തിൽ ജനിച്ചായിരുന്നെങ്കിൽ അദ്ദേഹം നല്ലൊരു കവി, ഒരു നല്ല കലാകാരനുമായതിനെ. അപ്പോൾ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും പറയുക, ഇതുപോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അറിയുക. ഇത് വിശ്വംഭരൻ പറഞ്ഞാൽ എൻ്റെ സുഹൃത്തും അവനൊരു വെൽഡിംഗ് വർക്കുകാരനാണ്. നിങ്ങൾ ഈ എൻ്റെ യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലും ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെങ്കിൽ കലാപരമായ കഴിവിനെ നല്ല സംഗീതം നല്ലപോലെ പാടും, നല്ല പാട്ടുകാരനാണ്. അദ്ദേഹത്തെ സാധാ കുടുംബത്തിൽ ഉള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ്. വിശ്വംഭരൻ നേടെ നിങ്ങളെ ഫോട്ടോ കണ്ടത് വിശ്വംഭരൻ അദ്ദേഹത്തിൻ്റെ കണ്ടു നിറഞ്ഞ് ഇതാൻ കണ്ടോടെ അദ്ദേഹം കവിത പാടും, പാട്ട് പാടും, എല്ലാം പാടും. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരോടും ദയവ് ചെയ്ത്
ഞാൻ പറയുകയാണ്. ഇനിയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മുടെ കൂട്ടായ്മ. അതാണ് നമ്മുടെ സമൂഹത്തിൽ നന്മ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഞാനാണെ സാധാരണപ്പെട്ട ഒരാളാണ് എങ്കിലും ഇനിയുള്ള ആൾക്കാരെ ഒന്ന് കണ്ട് ഒന്ന് അദ്ദേഹത്തിന് വിലയിരുത്തിയാൽ ഒത്തിരി സമൂഹത്തിൽ വൈറലായ ഒത്തിരി മനുഷ്യരുണ്ട്. ഒരു കണ്ണുപൊട്ടന്മാരും ഇതൊക്കെ പാടി പക്ഷേ പുള്ളി സാധാരണപ്പെട്ട ഒരാൾക്കാരാണ്. പുള്ളിക്കയുടെ ജോലിയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പം പുള്ളിയുടെ 1-2 പാട്ടുകളുണ്ട്. ഒരു പാട്ട് കൂടെ ഞാൻ ഒന്ന് പുള്ളിയെ കൂടെ പാടിക്കണം. ഒരു പാട്ട് കൂടെ ഒരു പാട്ട് കൂടെ പാടിക്കണം. ഒറ്റ പാട്ട് ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടാം. യൂട്യൂബിൽ ഇടാതെ യൂട്യൂബിൽ ജനങ്ങൾ കാണട്ടെ. മനുഷ്യനായി എന്തിനേയും മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്നു ചോദിച്ചു നോക്കൂ. മനുഷ്യനായി എന്തിനേയും മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്നു ചോദിച്ചു നോക്കൂ. അമ്മതൻ ഉദരത്തിൽ അണുവായി പിറന്നു അറിയാത്ത വേഷത്തിൽ രംഗത്തു വന്നു. അമ്മതൻ ഉദരത്തിൽ അണുവായി പിറന്നു അറിയാത്ത വേഷത്തിൽ രംഗത്തു വന്നു. നടന നടിച്ചു നിന്നാടകം തീർന്നാൽ നരകമോ സ്വർഗമോ എന്തു കിട്ടും നിനക്കെന്തു കിട്ടും. മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്നു ചോദിച്ചു നോക്കൂ. പണവും പ്രതാപവും നേടിയെടുക്കാൻ പണി ചെയ്തു ജന്മം പാഴായി കളഞ്ഞു. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ ആറടി മണ്ണിൽ എരിഞ്ഞെരിഞ്ഞടങ്ങിടും. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ ആറടി മണ്ണിൽ എരിഞ്ഞെരിഞ്ഞടങ്ങിടും. മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്നു ചോദിച്ചു നോക്കൂ. ഇവിടെ ശ്രോതാക്കളെ, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഈ പുള്ളിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇദ്ദേഹം നല്ലൊരു കലാകാരനാണ്. ഈ കലാകാരനെ നമ്മൾ കലാകാരനാക്കിയെടുക്കേണ്ടത് ഈ നമ്മുടെ ബാധ്യതയാണ്. ഈ യൂട്യൂബിൽ എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാവരും സഹകരിക്കണം. കണ്ടോ, നല്ല ഗ്ലാമറുള്ള പയ്യനാണ്. കണ്ടോ, കണ്ടോ അദ്ദേഹത്തിന് കുടിച്ചിട്ടിരിക്കുവാന്നേ. ഇതെല്ലാം കേട്ടൊന്നും ചെയ്യണ്ട. അദ്ദേഹത്തിന് പക്ഷേ നോക്കിയേ, എനിക്ക് അങ്ങനൊന്നും പാട്ടൊന്നും അറിയത്തില്ല ചേട്ടാ. ആര് എനിക്ക് അങ്ങനൊന്നും പാട്ടൊന്നും അറിയത്തില്ല.